ദേവാലയ ഗാനങ്ങളാൽ കോർത്തിണക്കിയ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം നമ്മുടെ ജഡ്ജസിനെ നമുക്കൊന്ന് ഇൻവൈറ്റ് ചെയ്യാം. ഫാദർ പോൾ പൂവത്തിങ്കൽ, പോളിച്ച, സ്വാഗതം. ശ്രീ മനോജ് ജോർജ്, മനോജ് ഏട്ടാ, സ്വാഗതം. സിസ്ലി, വോയിസ് ഓഫ് ഗുഡ്നസിലേക്ക് സ്വാഗതം. നമ്മുടെ ഗുഡ്നസ് ബാൻഡിനെ നമുക്ക് വെൽക്കം ചെയ്യാം. അപ്പൊ നമുക്ക് തുടങ്ങാം ഇന്നത്തെ മത്സരം. ആദ്യ വേദിയിലേക്ക് എത്തുന്നത് ഹന്ന ബിരാജ്. ഹന്നക്കുട്ടി വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചാണ് ഓരോ പടിയെടുത്ത് സ്റ്റേജിലേക്ക് വരുന്നത്. ഇതേപോലെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചൊക്കെയാണോ പാട്ടൊക്കെ പഠിക്കുന്നത്? ആണ്. ആരാ പാട്ട് പഠിപ്പിച്ചിരുന്നത്? അമ്മ, ചേട്ടൻ. ഞാൻ പഠിക്കും. ഓ, മോള്, നിങ്ങൾ 2 മക്കളാണോ? അപ്പൊ മോളും ചേട്ടനും പാട്ട് പാടും. ആഹാ. അപ്പൊ ചേട്ടൻ വേറെ ഇതുപോലത്തെ മത്സരവേദിയിലൊക്കെ പോയിട്ടുണ്ടോ? അങ്ങനെയില്ല, മത്സരങ്ങൾക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെ മ്യൂസിക് റിയാലിറ്റി ഷോ പോയിട്ടില്ല? ഇല്ല. അല്ലാത്ത കോമ്പറ്റീഷൻസിനൊക്കെയാണ് പോയിരിക്കുന്നത്. ഹന്നയോ? ഇവിടെ ആദ്യം മ്യൂസിക് റിയാലിറ്റി ഷോയിൽ വരുന്നത് ആദ്യമാണ്, പക്ഷെ മറ്റു കോമ്പറ്റീഷനൊക്കെ പോയിട്ടുമുണ്ട്. ഓക്കെ. അപ്പം ഒരു സ്റ്റേജിനെ എങ്ങനെ അഭിമുഖീകരിക്കണം, എങ്ങനെ പ്രസന്റ് ചെയ്യണം, എങ്ങനെ പെർഫോം ചെയ്യണം, ഇതെല്ലാം തീർച്ചയായിട്ടും അപ്പൊ അറിയാം അല്ലേ? ഓക്കെ. അത് അറിഞ്ഞ് മനസ്സിലാക്കി ഒരുങ്ങി നല്ല ഭംഗിയായിട്ട് ഹന്ന വന്നിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു പാട്ടും പാടിത്തരണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
സുതനോടു പ്രാർത്ഥിക്കണേ. കന്യാമറിയമേ കാരുണ്യനാഥേ, കുരിശിന്റെ അരികെ നിന്നവളെ, നാഥൻ ബലിയായ നിമിഷങ്ങളിൽ നീ ഞങ്ങൾക്കമ്മയായി ആലംബമാ. കാൽമുന പോലുള്ള ദുഃഖങ്ങളും കാൽവരി മല പോലെ ദുരിതങ്ങളും, കാൽമുന പോലുള്ള ദുഃഖങ്ങളും കാൽവരി മല പോലെ ദുരിതങ്ങളും ജീവിതത്തിൽ വന്നു നിരന്നിടുമ്പോൾ യേശുവിൻ ബലിയോടു ചേർന്നു നിൽക്കാൻ അമ്മേ നിൻ സുതനോടു പ്രാർത്ഥിക്കണേ. കന്യാമറിയമേ കാരുണ്യനാഥേ, കുരിശിന്റെ അരികെ നിന്നവളെ, നാഥൻ ബലിയായ നിമിഷങ്ങളിൽ നീ ഞങ്ങൾക്കമ്മയായി ആലംബമാ. കന്യാമറിയമേ കാരുണ്യനാഥേ, കുരിശിന്റെ അരികെ നിന്നവളെ, നാഥൻ ബലിയായ നിമിഷങ്ങളിൽ നീ ഞങ്ങൾക്കമ്മയായി ആലംബമാ. ഹന്നക്കുട്ടി നല്ലൊരു മാതാവിന്റെ ഗാനത്തോടു കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയിരിക്കുന്നത് അല്ലേ? ഹന്ന പാടിയതില് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഇല്ല. അറിയില്ല, ചിലപ്പോ ഉണ്ടാവോ? ഇല്ലായിരിക്കും. നന്നായിട്ട് പഠിച്ചിട്ടല്ലേ വന്നേ, അപ്പൊ അതിൽ തെറ്റൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ. ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. ആണോ? എന്നാ പ്രതീക്ഷ ശരിയാണോ എന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ. മനോജ് ചേട്ടാ, എന്താണ്, വല്ല തെറ്റും ഉണ്ടോ? ഹന്നമോൾ എന്തോ എന്താ പറയാ, മോളുടെ പാട്ട് കേട്ട് വികാരാതീതനായിട്ട് ഇരിക്കുകയാണ്. ശരിക്കും കണ്ണ് നിറഞ്ഞു പോയി. താങ്ക് യു. ശരിക്കും ഇടയ്ക്കിടയ്ക്ക് ഗൂസ് ബംസ് ഒക്കെ വരുമായിരുന്നു. സീരിയസ്ലി ഞാൻ ഒരു ഡോട്ട് പോലെ എഴുതിയിട്ടില്ല. ഐ വാസ് thoroughly enjoying your performance. Yes, sir. കാരണം ഇത്രയും ഔട്ട്സ്റ്റാൻഡിങ് ഒരു പെർഫോമൻസ് ആണ് ഹന്നെന്ന് ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചത്. എനിക്ക് പറയാൻ പറ്റുന്നില്ല, അത് എന്താ പറയുക, അത്രയും ഫീലായിപ്പോയി. അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യിച്ചു മോളുടെ ഈ പാട്ട്. എന്താ അത്ര മനോഹരമായിട്ട് പാടി മോള്. കാരണം കഴിഞ്ഞ തവണത്തെയും ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹൈലി ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെ പറയാൻ പറ്റുള്ളൂ. അത്ര ഗംഭീരമായിട്ട് പാടി, ഒരു റെക്കോർഡ് കേൾക്കുന്ന പോലത്തെ ഒരു സുഖമായിരുന്നു ശരിക്കും. അതിൽ പ്രത്യേകിച്ച് മിസ്റ്റേക്സ് ഒന്നും പറയാനായിട്ട് ഇല്ല. പിന്നെ മോളുടെ എനിക്ക് തോന്നിയത് ആ പാട്ടും ആ കൈയിൻ്റെ ആക്ഷൻ ഉണ്ടല്ലോ, ഞാൻ നോക്കുമ്പോൾ കൈയിൻ്റെ ആക്ഷൻ മാത്രം ക്യാമറയിൽ എടുക്കുകയാണെങ്കിൽ അതൊരു പാട്ടായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യാം. അത്ര മനോഹരമായിരുന്നു ആ എക്സ്പ്രഷൻസും ആ പാട്ടിൻ്റെ ഫീലെല്ലാം കൈകളിലൂടെയും ഒഴുകുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൊണ്ടയും കൂടി ഔട്ട്സ്റ്റാൻഡിങ്. താങ്ക് യു സർ. താങ്ക് യു. പോളച്ചാ എന്നെ വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു അച്ഛാ. നല്ല ശബ്ദം, ഗ്രേറ്റ് വോയിസ് ആണ്. പിന്നെ ഈ പാട്ടിന് നല്ലൊരു മെലഡി, ബ്യൂട്ടിഫുൾ മെലഡി. ഇവിടെ പറഞ്ഞതുപോലെ വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു മെലഡിയാണ്. അതിങ്ങനെ മനസ്സിൽ തങ്ങുന്ന ഒരു മെലഡി. നല്ല ഡിവോഷനുണ്ട് പാട്ടിൽ, ഫീലിംഗ് തന്നെയല്ല, നല്ല ഭക്തി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് പാട്ടിൽ. അത് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്തു മോള്. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ആ പാട്ടിൽ ഇങ്ങനെ ലയിച്ച് ഇങ്ങനെ ഇരുന്ന് പോയത്.
ഒന്ന് രണ്ട് സജഷൻസ് ഉണ്ട് എനിക്ക്. ഒന്ന് നാഥൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ അത് നാഥൻ കുറച്ചും കൂടി കേൾപ്പിച്ചെന്നല്ല, നാഥൻ. ആ, അങ്ങനെ പാടാൻ പറ്റുകയാണെന്നല്ല. പിന്നെ ആ നിമിഷങ്ങളിൽ നിന്ന് കഴിയുമ്പോഴേക്കും ശ്വാസം അവിടെ അങ്ങനെ അങ്ങോട്ട് ഒരേ പോലെ വന്നു അല്ലേ? അപ്പോൾ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യണം, ബ്രീത്തിങ് എക്സസൈസ്. അതൊക്കെ പാട്ടുകാർക്ക് വളരെ അത്യാവശ്യമാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ടത് പറയുന്നത്. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലങ് പവർ ഭയങ്കരമായിട്ട് കൂടും. ചെസ്റ്റ് പവർ, ഒരു ഗായകൻ്റെയോ ഗായികയുടെ ഏറ്റവും വലിയ അസറ്റ്, സ്വത്ത് എന്ന് പറയുന്നത് എന്താണ്? ചെസ്റ്റ് പവർ എന്നാണ് പറയുന്നത്, ലങ്സിൻ്റെ കപ്പാസിറ്റി. അതുണ്ടെങ്കിൽ നമുക്കെല്ലാം നടക്കും. ഈ പാട്ടിലത്തെ വോയിസ് ഡൈനാമിക്സ്, ക്ലാരിറ്റി ഓഫ് ടോൺസ്, പിച്ച് ഒക്കെ ഈസി ആയിരിക്കും. അപ്പം മോൾക്ക് ഇതൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ദൈവം നന്നായിട്ട് സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്, നല്ല ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും കൂടി ശ്രമിക്കുകയാണെങ്കിൽ അതും കൂടി പെർഫെക്റ്റ് ആക്കാൻ പറ്റും. അപ്പോൾ അവസാനത്തെ എൻഡ് സിലബിൾസ് ഇങ്ങനെ അതങ്ങനെ ക്ഷീണിക്കാൻ പാടില്ല. അതിനെയും കൂടി ലൈഫ് കൊടുക്കണം നമ്മൾ. അത്രയ്ക്ക് ഒരു ശ്വാസശക്തി നമ്മുടെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഫ്യൂച്ചറിലേക്ക്. മനസ്സിലായോ? ഒന്നും കൂടി ഒന്ന് പാടാവോ? 4 വരി ആ നിമിഷങ്ങളിൽ നിന്ന് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് നോക്കും. ഒന്നുകൂടി ഉത്സാഹിച്ചത് പറ്റും. കന്യാമറിയമേ കാരുണ്യനാഥേ, കുരിശിന്റെ അരികെ നിന്നവളെ, നാഥൻ ബലിയായ നിമിഷങ്ങളിൽ നീ ഞങ്ങൾക്കമ്മയ ആലംബമായി. ഗുഡ്. നാഥൻ ശരിയായിട്ടില്ല, അത് ഒന്നും കൂടി അത് തനിച്ച് പ്രാക്ടീസ് എടുത്താലേ ശരിയാവുള്ളൂ. ഇങ്ങനെ നമ്മൾ തഴങ്ങിപ്പോയില്ലോ, കുറച്ച് എഫർട്ട് എടുത്താലേ അതിനെ മാറ്റിയെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കൃത്യാസമയത്ത് നമ്മുടെ ബ്രെയിനിൽ എപ്പോഴും എങ്ങനെയാണ്, ബ്രെയിനിൽ ഫീഡ് ചെയ്തിട്ടുള്ള സാധനം മാറ്റണമെങ്കിൽ ടൈം എടുക്കും. ഇറേസിങ് ആൻഡ് റീലേണിംഗ് എന്ന് പറയും, അതിന് സമയം എടുക്കണത്. കുഴപ്പമില്ല, നോ പ്രോബ്ലം. അപ്പോൾ കൺഗ്രാജുലേഷൻസ്. ഇനിയും ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അച്ഛാ. താങ്ക് യു. സിസ്ലി. ഹന്ന, എന്തോ മോളെ നന്നായി പാടി കേട്ടോ. ബ്യൂട്ടിഫുൾ റെൻഡിഷൻ. ഇത് കൂടുതൽ എങ്ങനെ പറയാൻ പറ്റും എന്നാണ് ആലോചിക്കുന്നത്. ബിക്കോസ് ഞാൻ ഈ പാട്ട് മോള് പാടിക്കഴിഞ്ഞിട്ട് ഞാൻ മനോജേട്ടനെ നോക്കിയിട്ട് പറഞ്ഞു, മനോജേട്ടാ എൻ്റെ കണ്ണ് നിറഞ്ഞു, മനോജേട്ടാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ആളുടെ കണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഈ പിള്ളേർ പാടുമ്പോൾ പല സമയവും നമുക്കങ്ങനെ തോന്നാറുണ്ട്. എനിക്കൊന്ന് കേൾക്കുന്ന പ്രേക്ഷകർക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും കേട്ടോ. നിങ്ങളുടെ ആ ഒരു എന്താ പറയണ്ടേന്ന് അറിയില്ല, ആ ഒരു റെൻഡിഷനിൽ ആ നിഷ്കളങ്കതയും എല്ലാം കൂടി വരുന്നോണ്ടാണ്. പിന്നെ ഒരു ഹോളി സ്പിരിറ്റ് അനോയിൻറ്റിങ് ഉണ്ടായിരുന്നു ഈ പാട്ടിൽ. ബിക്കോസ് നമുക്ക് ആത്മാവ് തൊട്ടു. അങ്ങനെ അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഞാനും ഒന്നും എഴുതിയിട്ടില്ല, ആ പാട്ടിലങ്ങ് മുഴുകിയിരിക്കുകയായിരുന്നു. മോൾക്ക് ഈ പാട്ട് പാടിയപ്പോൾ എന്ത് അനുഭവം ഉണ്ടായേ? ഐ വുഡ് ലൈക്ക് ടു ഹിയർ. മാതാവിന്റെ സങ്കടവും ആ ഒരു ഫീല് ഉണ്ടായിരുന്നു അല്ലേ? അത് തന്നെയാണ്, ഈ സഹനങ്ങളെ കുറിച്ചാണല്ലോ ഈ പാട്ട്. ബ്യൂട്ടിഫുൾ സോങ്. ഇത് എഴുതിയ ആളും അതുപോലെ കമ്പോസ് ചെയ്ത ബ്യൂട്ടിഫുൾ സോങ്. ഇതിൻ്റെ ആ ഒരു മീനിങ് കൺവേ ചെയ്യുന്ന രീതിയിലുള്ളൊരു കമ്പോസിഷനും ലിറിക്സും ആണ്. അതായത് സഹനങ്ങൾ വരുമ്പോൾ 2 രീതിയിലാണ് യൂഷ്വലി ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുക. ഒന്ന്, ഈ സഹനങ്ങൾ മാറിപ്പോണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും സഹനങ്ങൾ വരുമ്പോൾ അത് സഹനങ്ങൾ നമ്മളെ ദൈവം ശിക്ഷിക്കാനല്ല, പക്ഷെ നമുക്ക് ഈശോയായിട്ട് കൂടുതൽ അടുക്കാനായിട്ടുള്ളൊരു വഴി ഈശോ തുറന്നു തരുന്നത് ആ സഹനങ്ങളിലൂടെയാണ്. അപ്പോൾ സഹനങ്ങളെ സ്നേഹത്തോടുകൂടി ഏറ്റെടുക്കാൻ കരുത്ത് തരണേന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പം അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ലിറിക്സ് ആയിരുന്നു ഈ ത്രൂ ഔട്ട് ഈ സോങ്. അപ്പം അതുകൊണ്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ സഹനങ്ങളുണ്ടല്ലോ, സങ്കടങ്ങളും സന്തോഷങ്ങളും അടങ്ങിയതാണല്ലോ നമ്മുടെ ജീവിതം. സോ നമുക്ക് ആ പെട്ടെന്ന് നമ്മുടെ ലൈഫുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. അപ്പം അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. മോളുടെ റെൻഡിഷനും അതിമനോഹരമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ആ മോഡുലേഷൻസ് ഒക്കെ മോൾ അറിഞ്ഞുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, മേ ബി അത്ര എക്സ്പ്രസീവ് ആയിരുന്നു മോള് ഈ സോങ്ങിൽ. പറയാൻ വാക്കുകളില്ല. ഗോഡ് ബ്ലെസ് യു മോൾ. താങ്ക് യു മാം. താങ്ക് യു. സന്തോഷായില്ലേ? ഒത്തിരി സന്തോഷമായി. ശരിക്കും മനസ്സ് നിറഞ്ഞു അല്ലേ? ഫുൾ ടൈം പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഹന്ന. പാട്ട് പാടിയപ്പോഴും എല്ലാം അല്ലേ? നല്ല മാർക്ക് ഉണ്ടാവില്ലേ? ഉണ്ടാവും. സിസ്ലി, എത്ര മാർക്കാണ് ഹന്നക്കുട്ടിയുടെ നല്ല ബ്യൂട്ടിഫുൾ സോങ്ങിന്? നമ്മൾ ഈ കാറ്റഗറിയിൽ ഒരു പെട്ടി
എടുത്തിട്ടുണ്ടായിരുന്നു. മാക്സിമം ആ പെട്ടി വരെ കൊടുത്താൽ മതി എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ മോള് നമ്മളെ കൊണ്ട് നെക്സ്റ്റ് ലെവൽ പെട്ടി എടുപ്പിച്ച് 9.5. മനോജേട്ടാ അന്ന എൻ്റെ കണ്ണിപ്പം ഇങ്ങനെ ഈറനണീച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. എനിക്ക് എന്താ പറയുക, ഒരു 10 മാർക്ക് തന്നെ തരണം എന്ന് ഉണ്ട്. പക്ഷേ അത് മുഴുവൻ തന്ന ഒരു സ്പേസ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിനൊരു സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ട് 9.5. 9.5 മാർക്സ്. പോളച്ചാ എന്നെ വളരെ മനോഹരമായിട്ട് പാടിയതുകൊണ്ട് 9.5. എത്ര മാർക്കാ പറഞ്ഞേ? എത്ര മാർക്കാ? 28.5 മാർക്സ് on 30. Yes! നല്ലൊരു സന്തോഷല്ലേ? ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷം. കൂടെ ആരാ ഉള്ളേ? അച്ഛനും അമ്മയും ഉണ്ടോ? ഉണ്ട്. അപ്പൊ അവര് കേട്ടോണ്ടിരിക്കുകയായിരിക്കും. മോളെ പഠിപ്പിച്ച ഈ പാട്ട് പഠിപ്പിച്ചു തന്നത് ആരാ? അമ്മയും ചേട്ടനും അല്ലേ? അവരുടെ അടുത്ത് പോയിട്ട് സന്തോഷം പറയാട്ടോ. സോ ഹാപ്പി ഫോർ യു. യെസ്, കാണാം കേട്ടോ. അങ്ങനെ വാശിയേറിയ മത്സരത്തിൽ അടുത്തത് പെർഫോം ചെയ്യാനായിട്ട് എത്തുന്നത് മിലൻ സിബി ഫ്രം കണ്ണൂർ. ഹായ് മിലൻ. മിലന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു ടിവിയിൽ കണ്ടു കഴിഞ്ഞപ്പോ? ഒരു എന്താ പറയട്ടെ, ഒരു ഫുൾ ഇൻസ്പിറേഷൻ തോന്നുന്നു. പിന്നെ ഹാപ്പിനെസ്. ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തോ? എല്ലാവർക്കും സന്തോഷമായി. എല്ലാവർക്കും യൂട്യൂബിൽ ഷെയർ ചെയ്ത് കൊടുക്കാലോ. എല്ലാവർക്കും എല്ലാരും കണ്ടു, ഫ്രണ്ട്സ് കണ്ടു, ഇടവകയിലുള്ളവര് കണ്ടു, ഫാമിലിയിലുള്ളവര് കണ്ടു, അല്ലെ? അപ്പൊ എല്ലാവർക്കും അറിയാം ഇന്ന് മിലൻ ഈ ഒരു മ്യൂസിക് റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത്, അല്ലെ? അപ്പോ ഇന്ന് ഇങ്ങനെ ഇതാണെന്ന് അറിഞ്ഞപ്പോ ബാക്കി എല്ലാവരും എന്ത് പറഞ്ഞിട്ടാ ഇന്ന് വിട്ടിരിക്കുന്നത്? പറഞ്ഞു നന്നായിട്ട് പോയി മത്സരിച്ച് വരണം എന്ന് എല്ലാരും പറഞ്ഞിട്ടുണ്ട്. മാത്രല്ല മിലനെ സ്നേഹിക്കുന്ന എല്ലാവരും ഇന്നിപ്പോ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും. ആരാ കൂടെ വന്നിരിക്കുന്നത്? ഓക്കെ. അപ്പൊ മിലൻ ഇന്നിപ്പോ രണ്ടാമത് പാടാൻ പോകുന്നത് ഒരു മെലഡി ഗാനമാണ്. ഓക്കെ, ഏതാണ് ഗാനം? അങ്ങേ തിരുമുറവിളി. ഓക്കെ, ആരാ അതിന്റെ ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ അറിയോ? ചിട്ടപ്പെടുത്തിയത് ആരാണ്? ലിറിക്സും മ്യൂസിക്കും നൽകിയത് ലൂയി മരിയദാസ് എന്ന് പറയുന്ന അച്ഛനാണ്. പാടിയത് കെസ്റ്റർ. ഓക്കെ, ശരി. അപ്പം ഓൾ ദി ബെസ്റ്റ്. രണ്ടാമത്തെ ഗാനമാണ്. ഇപ്പൊ കണ്ടല്ലോ, തൊട്ട് മുന്നേ പാടിയ മോള് ഹയസ്റ്റ് മാർക്സ് ആണ്, അതിലും വാങ്ങി പോയിട്ടുണ്ട്. അപ്പൊ മോനും ആ കാറ്റഗറിയിലേക്ക് തന്നെ വരണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. തിരുമുറിവുകളിൽ എന്നെ മറക്കണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. മുറിവുകളിൽ എന്നെ മറക്കണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവൻ്റെ ജീവനാമീശോ. എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവൻ്റെ ജീവനാമീശോ. അങ്ങേ തിരുമുറിവുകളിൽ
മറക്കേണമേ അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. രാജാധിരാജൻ കാലിത്തൊഴുത്തിൽ മനോജനായി തീർന്നതിൻ രഹസ്യമെന്തേ പാപിദാസന് പാതേയമാകാൻ തിരുവോസ്തിയായതിൻ രഹസ്യമെന്തേ രാജാധിരാജൻ കാലിത്തൊഴുത്തിൽ മനോജനായി തീർന്നതിൻ രഹസ്യമെന്തേ പാപിദാസന് പാതേയമാകാൻ തിരുവോസ്തിയായതിൻ രഹസ്യമെന്തേ അറിയില്ല നാഥ ഒന്നെനിക്കറിയാം സ്നേഹം സ്നേഹം സ്നേഹമെന്ന് അറിയില്ല നാഥ ഒന്നെനിക്കറിയാം സ്നേഹം സ്നേഹം സ്നേഹമെന്ന്. നീതിമാൻ ദൈവം കാൽവരി ക്രൂശിൽ ബലിദാനമായതിൻ രഹസ്യമെന്തേ മൃതിയെ തകർത്ത മൂന്നാം ദിനത്തിൽ ഉയർത്തെഴുന്നേറ്റതിൻ രഹസ്യമെന്തേ നീതിമാൻ ദൈവം കാൽവരി ക്രൂശിൽ ബലിദാനമായതിൻ രഹസ്യമെന്തേ മൃതിയെ തകർത്ത മൂന്നാം ദിനത്തിൽ ഉയർത്തെഴുന്നേറ്റതിൻ രഹസ്യമെന്തേ അറിയില്ല നാഥ ഒന്നെനിക്കറിയാം സ്നേഹം സ്നേഹം സ്നേഹമെന്ന് അറിയില്ല നാഥ ഒന്നെനിക്കറിയാം സ്നേഹം സ്നേഹം സ്നേഹമെന്ന് അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എന്റെ ജീവന്റെ ജീവനാമീശോ എല്ലാം എനിക്കെന്റെ ഈശോ എന്റെ ജീവന്റെ ജീവനാമീശോ അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. മിലൻ ഓ. നന്നായിട്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് പാടിയോ? ആ. സുഖമായിരുന്നു പാടി കഴിഞ്ഞപ്പോൾ സുഖമായിരുന്നു. അല്ലേ? ആ. മനോജ് ചേട്ടാ, വിലൻ എന്തോ
മിലൻ എന്താ പറയാ അതിഗംഭീരായിട്ട് പാടി. താങ്ക് യു. കാരണം എനിക്ക് തോന്നുന്നൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് പോലെ തോന്നി. കഴിഞ്ഞ തവണയിൽ നിന്ന് പാടിയിൽ നിന്ന് വളരെ ബഹുദൂരം മുന്നോട്ട് പോയർക്കാണ്. കൺഗ്രാജുലേഷൻസ്. പിന്നെ മിലിന്റെ ശബ്ദം തന്നെ ഐ തിങ്ക് ഇറ്റ് ഈസ് ചേഞ്ച്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ഘനഗംഭീരമായ ഒരു ശബ്ദം, ഒരു വളരെ നല്ല മെച്ചുവേർഡ് വോയിസ്. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് കേട്ടോ. ഓക്കെ, പ്രാക്ടീസൊക്കെ ചെയ്യാറുണ്ടോ? ആണല്ലേ, ഓക്കെ. എനിക്ക് തോന്നുന്നു ഒത്തിരി വളരെ എന്താ പറയുക, വേണ്ട ഫ്രേസിങ്, ആ ഒരു ഭാവം, ഈ പാട്ടിന് വേണ്ട എല്ലാ ഘടകങ്ങളും വളരെ മനോഹരമായിട്ട് മിലൻ പാടിയിട്ടുണ്ട്. താങ്ക് യു. എനിക്ക് തോന്നുന്നു ഈ വരികൾ പോലെ തന്നെ എന്തായാലും കർത്താവ് എന്താണ് പറയുന്നത്, അങ്ങേ തിരുമുറകളിൽ എന്നെ മറക്കണമേ, എൻ്റെ ഹൃദയത്തിൽ ഇരുത്തണമേന്ന്. ഇത് എനിക്ക് തോന്നുന്നു ദൈവം ഈ പാട്ട് കേട്ട എന്തായാലും തിരുഹൃദയത്തിൽ മോനെ ഇരുത്തും. ഓക്കെ, അത്രയും ഗംഭീരമായിട്ട് മോൻ പാടി. ഇപ്പൊ ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്? 10. 10 ഇപ്പോൾ പാട്ട് പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ടോ? ക്ലാസ്സിനൊക്കെ പോകാറുണ്ടോ? കാരണം ഈ 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ പേടിയാ. കാരണം ആ സമയത്താണ് പാരൻസ് 10ാം ക്ലാസ് എത്തുമ്പോൾ മ്യൂസിക് കട്ട്, വേറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കട്ട് ചെയ്യും അല്ലേ? പക്ഷെ മോനെ അതൊന്നും, കാരണം ഇത് ജനറലായിട്ട് പറയുന്നതാണ് കേട്ടോ. എനിക്കൊരു മ്യൂസിക് അക്കാഡമി ഉണ്ട് ബാംഗ്ലൂര്. അപ്പോൾ അവിടേക്ക് ഈ 10ാം ക്ലാസ്സിലെത്തുമ്പോഴാണ് ഇതൊക്കെ കട്ട് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. ക്ലാസ്സിന് പോകണ്ട, കാരണം കൂടുതൽ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ 12ാം ക്ലാസ്സിലെത്തുമ്പോഴും ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഒരു പ്രവണത പാരൻസിൽ കാണാറുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കായിട്ട്, ഈ പാട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് പാട്ട് പാടുക, മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് പ്ലേ ചെയ്യുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ബ്രെയിനിലെ എല്ലാ സെൽസും ഒക്കെ ആക്ടിവേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ, അതുപോലെ ഫോക്കസ്, ഇതൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രെങ്തൻ ചെയ്യാണ് ചെയ്യുന്നത്. കാരണം ഈ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് പ്ലേ ചെയ്യുക അല്ലെങ്കിൽ പാട്ട് പാടുക എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മൾട്ടി ടാസ്കിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ 12ാം ക്ലാസ്സോ എത്തുമ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക, കൂടുതൽ മ്യൂസിക് പഠിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പാടുക, അത് നിർത്തരുത്. കാരണം ഈ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി കംപ്ലീറ്റ് സ്റ്റോപ്പ് ആവും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മ്യൂസിക് നിർത്തുകയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ഒരു ജനറലായിട്ട് പറയാണ്. അപ്പോൾ ആ ഒരു കാര്യം എന്തായാലും പാരൻസ് മോൻ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഒരു വലിയൊരു കൺഗ്രാജുലേഷൻസ് പറയുന്നു അവർക്ക്. കാരണം അതൊക്കെ കണ്ടിന്യൂ ചെയ്യണം. 10ാം ക്ലാസ് ആണെങ്കിലും 12ാം ക്ലാസ് ആണെങ്കിലും ഇറ്റ് വിൽ ഹെൽപ്പ് യുവർ സ്റ്റഡീസ്. അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പല പഠനങ്ങളും പറയുന്നത്. എന്തായാലും മോൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. നല്ല ഭാവിയുണ്ട്. പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, താങ്ക് യു. മിലൻ, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. മിലൻ വളരെ വളരെ മനോഹരമായിട്ട് പാടി. ഈ സംഗീതം എന്ന് പറയുന്നത് അതൊരു ഡിവൈൻ മെഡിസിൻ ആണെന്നാണ് പറയാറ്. ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള ഒരു ദിവ്യമായിട്ടുള്ളൊരു ഔഷധം ആണ് സംഗീതം. അപ്പം അതിൻ്റെ ഹീലിംഗ് പവർ വളരെ, ഈ പാട്ട് അത് വളരെ ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ്. ഹീലിംഗ് പവർ എന്ന് പറയുമ്പോൾ സൗഖ്യദായകമായിട്ടുള്ള ഊർജം, അതിങ്ങനെ ഇത് കേൾക്കുന്നവരിലേക്ക് വളരെ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ സ്ട്രെസ്ഡ് ആണല്ലോ. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ ടെൻഷൻ വന്നു കഴിയുമ്പോൾ ഒരു ഹോർമോണുണ്ട്, കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ ശക്തി പ്രാപിക്കും. അതിനൊരു പരിധി വിടുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത്. സംഗീതം കേൾക്കുന്നവർക്ക് അതിനെ താഴേക്ക്, കോർട്ടിസോളിൻ്റെ പ്രവർത്തനം താഴേക്ക് കൊണ്ടുവരാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് ശാന്തമാകും. മനസ്സ് ശാന്തമാകും, ശരീരം ശാന്തമാകും. ഒരുപക്ഷെ ഇന്ന് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ മിലൻ്റെ പാട്ട് കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാകാൻ പോകുന്ന അനുഭൂതി അതാണ്. അത് കേട്ട് കഴിയുമ്പോൾ അവർക്ക് വളരെ ശാന്തത, ഈശോയുടെ തിരുമുറിവ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന ആ ഒരു അവസരത്തിൽ അവർക്ക് വളരെയധികം ശാന്തി ലഭിക്കുന്ന ഒരു അവസ്ഥാവിശേഷം. അതിന് സഹായകമായിരുന്നു മിലൻ്റെ പാട്ട്. മിലൻ വളരെയധികം
അതിൽ ലയിച്ച് പാടി നല്ല ഡീപ്പ് ഡിവോഷൻ ഈ പാട്ടിലുണ്ട്. അച്ഛനെ എനിക്കറിയാം, ഇത് കമ്പോസ് ചെയ്ത അച്ഛനെ. അപ്പോൾ ആ ഫീൽ, പാട്ടിൻ്റെ ഫീൽ ഫുള്ളായിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റി. നല്ല ഇവിടെ മനോജ് സാർ പറഞ്ഞ പോലെ നല്ല പവർഫുൾ വോയിസാണ് മിലൻ്റെ. താങ്ക് യു. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ റിയാലിറ്റി ഷോയിൽ ആദ്യമായിട്ടാണ് മെയിൽ വോയിസ് ശരിക്കും കേൾക്കുന്നത്. ആൺകുട്ടികൾ പാടിയെങ്കിലും അവർക്ക് ചെറിയ കുട്ടികൾ, അതുകൊണ്ട് ഫീമെയിൽ വോയിസിൽ തന്നെയാണ് അവരൊക്കെ. പക്ഷെ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് മെയിൽ വോയിസ് കേൾക്കുന്നത് ഇപ്പോൾ മിലൻ്റെ മ്യൂസിക്കിൽ നിന്നാണ്. നല്ല ക്ലിയർ സിംഗിങ് ആയിരുന്നു. താങ്ക് യു. കഴിഞ്ഞ പ്രാവശ്യം പാടിയതിനേക്കാളൊക്കെ വളരെയധികം ഒരു ജയന്റ് ലീപ്പ് എന്ന് പറയാം, വളരെ ഒരു കുതിച്ചു ചാട്ടത്തൊക്കെ പറയാൻ മിലൻ നടത്തി. ഇനിയും മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫാദർ. സിസ്ലി. മിലൻ, എന്തോ ഇവരൊക്കെ പറഞ്ഞാലും കൂടുതൽ എനിക്കൊന്നും പറയാനില്ല മിലൻ. ആദ്യം പറയേണ്ടത് മിലന്റെ ഇംപ്രൂവ്മെന്റ് ആണ്. അപ്പൊ എന്താണ് അതിന്റെ രഹസ്യം? എന്താണ് ഈ അഡീഷണൽ ആയിട്ട് വന്നൊരു കാര്യം? മോന്റെ പ്രാക്ടീസ് ആണോ, കോൺഫിഡൻസ് കൂടിയതാണോ? വന്നപ്പം ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ആ. പിന്നെ ഇപ്പൊ അതൊക്കെ മാറി. മാറി. ആ. പിന്നെ പ്രാക്ടീസിന്റെ സമയം ചുടി കൂട്ടി. അതൊക്കെ അതൊക്കെ കാണാനുണ്ട് കേട്ടോ ഈ പാട്ടില്. പ്രത്യേകിച്ച് മോൻ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് മോൻ റിഫ്ലക്റ്റ് ചെയ്തു. മോൻ്റെ ആ വന്ന് നിൽക്കുന്ന ബോഡി ലാംഗ്വേജിൽ തന്നെ അറിയായിരുന്നു ഞാൻ ഇതൊരു കലക്കും എന്ന ഒരു ബോഡി ലാംഗ്വേജ് ആ വന്ന് നിന്നപ്പോൾ തന്നെ കിട്ടി. ആൻഡ് അതുപോലെ തന്നെ നന്നായി പാടി. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഓർക്കസ്ട്ര നല്ലതായിട്ട് കോംപ്ലിമെന്റ് ചെയ്തു, മോൻ്റെ ലിഫ്റ്റപ്പ് ചെയ്തു മോൻ്റെ സിംഗിങ്ങിനെ. പിന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മോൻ്റെ അടുത്ത്. ഈ സോങ് ആയിട്ട് ബന്ധപ്പെട്ട് ഈ സോങ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ക്വസ്റ്റ്യൻ ആണ്, മോൻ ഈശോ ആരാണ്? ഈശോ എന്ന് പറയുമ്പോൾ ദൈവമാണെന്നാണല്ലോ എല്ലാവരും പറയാം. അങ്ങനെയല്ല, ഈശോ പേഴ്സണലി മോന് ആരാണ്? ബെസ്റ്റ് ഫ്രണ്ടാണ്, രക്ഷകനാണ്, പിന്നെ ഓൾ ഇൻ ഓൾ ആണ്. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്, നൈസ് ആൻസർ. കാരണം ഇത് പലരോടും ചോദിക്കുമ്പോൾ എല്ലാവരും അത് ശരിയാണല്ലോ, ഈശോ ഇപ്പൊ ആരാ? ഈശോ എന്ന് പറഞ്ഞാ ഈശോ. ഞാനിത് പലരോടും ചോദിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് ശരിയാണല്ലോ ഈശോ എനിക്കാരാ? അപ്പം എല്ലാവരും ദൈവമാണ്, സൃഷ്ടാവാണ്, അതൊക്കെ നമുക്കറിയാം. ഞാൻ ചോദിക്കുന്നത് നമുക്ക് പേഴ്സണലി, എനിക്ക് അല്ലെങ്കിൽ മോന് പേഴ്സണലി ഈശോ ആരാണ്, എവിടെയാണ് ഈശോയുടെ സ്ഥാനം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊരു ഭയങ്കര ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നമ്മുടെ ഉള്ളിലോട്ട് തന്നെ നോക്കാവുന്നത്. ഈ പ്രായത്തിൽ മോൻ ഈ ഉത്തരം തരുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ പാട്ടിൽ എനിക്ക് കിട്ടിയ ഉത്തരം ഈശോൻ്റെ എല്ലാമാണ്. ഈ ഇതിൽ വരികളിലും പറയുന്നുണ്ടല്ലോ, അത് ഒരുപാട് തവണ പറയുന്നുണ്ടല്ലോ. ചിലർക്ക് സ്നേഹമാണ്, അങ്ങനെ പലർക്കും പലതായിരിക്കും. അവരുടെ എക്സ്പീരിയൻസ് വെച്ചായിരിക്കും അവർ ഈശോയെ കണ്ടെത്തുന്നത്. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സോങ് ആണ്. ഇത് കേൾക്കുന്നവരിലേക്കും അങ്ങനെ ഒരുപാടൊരു മെഡിറ്റേഷൻ ചിന്തയിലേക്ക് കൊണ്ടുപോകാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഗോഡ് ബ്ലെസ്. താങ്ക് യു. താങ്ക് യു. യെസ് മിലൻ, സന്തോഷായി അല്ലേ? ശരിക്കും ഇപ്പൊ ഈ പാട്ട് ആദ്യത്തെ പാട്ട് എന്താ പ്രാക്ടീസ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണോ ഈ പാട്ടും പ്രാക്ടീസ് ചെയ്തത്? അല്ല. ആ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? ചേട്ടന് ആയിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്ത് ചേട്ടൻ കുറെ പറഞ്ഞു തന്നു. പിന്നെ അമ്മ പറഞ്ഞു തരും. അങ്ങനെ കൂടുതൽ അങ്ങനെയൊക്കെ ചെയ്തു. നേരത്തെ അതൊന്നും ആയിരുന്നില്ല, തന്നെത്താൻ ഇരുന്നുള്ള ഒരു പഠിപ്പും തന്നെ ഫോണിനകത്ത് കേൾക്കും, പഠിച്ചു. അങ്ങനെയൊക്കെയാണ് ആദ്യം വന്ന് പാടിയത്. പക്ഷെ അങ്ങനെ ഒന്ന് വരേണ്ട വേദിയല്ല ഇതെന്ന് അന്ന് വന്ന് പാടിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അതോടെ നല്ലൊരു ഇംപ്രൂവ്മെന്റ് വന്നു. നമുക്കിനി ആ ഒരു ചേഞ്ച് മാർക്കിലും തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം ഇന്ന് എത്രത്തോളം കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്ന്. സിസ്ലി. മിലൻ, നമ്മൾ സാധാരണ ഈ റിയാലിറ്റി ഷോസിലൊക്കെ ജഡ്ജ് ചെയ്യുമ്പോഴേ അവിടെ ശ്രുതി പോയി, അന്നൊരു 0.5 കുറച്ചേക്കാം, ഇവിടെ ടെമ്പോ പോയി, അങ്ങനെയല്ല ഇവിടെ ജഡ്ജ് ചെയ്യുന്നത്. മോൻ്റെ ലൈൻ ബൈ ലൈൻ അല്ല, മോൻ കൊടുക്കുന്ന ആ ഇമോഷൻ, മോൻ്റെ ഇംപ്രൂവ്മെൻറ്റ്, അതിനെന്തായാലും മാർക്സ് തന്നേ പറ്റൂ. അപ്പോൾ ഇവിടെ നമ്മൾ തരുന്നത് മോന് 9 മാർക്സ്. താങ്ക് യു. മനോജേട്ടാ. മിലൻ, വലിയൊരു കുതിച്ചു ചാട്ടാണ് നടത്തിയിരിക്കുന്നത്. അപ്പൊ എത്ര മാർക്കാണ് പ്രതീക്ഷിക്കുന്നത്? 9.5. ഓക്കെ, ഈ 9.5 കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയോ? അടുത്ത തവണ പാടുമ്പോൾ ഇതേ സ്റ്റാൻഡേർഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അപ്പം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ പാടുന്ന ആൾക്കാരെ ആ പാട്ടിനെ ഞങ്ങൾ ഇങ്ങോട്ട് എടുക്കും, എന്നിട്ട് ടേബിളിൽ കിടത്തും.
ഇപ്പൊ സിസിലി കത്തിര അങ്ങനത്തെ ഇതില്ല, സിസ്റ്റർ ഇത് വടിവാള് കത്തിയൊക്കെ ആയിട്ട് വരുന്നിട്ട് അതിനെ മുറിക്കും, അച്ഛൻ മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ച് നോക്കും. അങ്ങനെ നമ്മൾ അതിനെ ഡിസെക്ട് ചെയ്തിട്ടേക്കാവും നമ്മൾ പാട്ടിനെ ജഡ്ജ് ചെയ്യുക. അങ്ങനെ മതിയോ? അപ്പോൾ എത്ര മാർക്ക് വേണം? 9.5. 9. എന്നാലും അവിടെ തന്നെ നിൽക്കുന്നത് കുറയുന്നില്ല. ഓക്കെ ഓക്കെ, കുറച്ചെന്തായാലും എന്താ പറയുക നന്നായിട്ട് പാടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല മാർക്ക് തരുന്നു, 9 മാർക്സ്. താങ്ക് യു. മിലെന്ന് ഞാൻ സസ്പെൻസിൽ നിർത്തുന്നില്ല. 9 മാർക്സ്. താങ്ക് യു. ഭയങ്കര ഒരു ഹ്യൂജ് ജമ്പ് ആണല്ലോ മിലൻ. അതെ. 27 മാർക്സ് ഓൺ 30. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പൊ ഈ ക്രെഡിറ്റ് ആർക്കാ? മിലന് തരണോ, അമ്മയ്ക്കോ ചേട്ടനോ, ആർക്കാ കംപ്ലീറ്റ് ക്രെഡിറ്റ്? അമ്മയ്ക്കും ചേട്ടനും. അമ്മയ്ക്കും ചേട്ടനും കൊടുക്കുന്നു. ഓക്കെ ശരി. അപ്പൊ അടുത്ത പ്രാവശ്യം അമ്മയ്ക്കും ചേട്ടനും മിലനും കൂടെ ചേർന്നിട്ട് അടുത്ത പാട്ടിന് വരുമ്പോ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് 0.5 കൂടെ ഇങ്ങ് വാങ്ങിക്കണം കേട്ടോ. ആയിക്കോട്ടെ. ശരി, അപ്പൊ കാണാം. ഓക്കെ. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഈ എപ്പിസോഡിലെ മൂന്നാമത്തെ കണ്ടസ്റ്റന്റ് സേറ എലിസബത്ത്. സേറ നല്ല ഭംഗിയുള്ള വേഷം, നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് സേറ ഈ കാറ്റഗറിയിൽ പാടാൻ പോണത്, അല്ലേ? ആ പാട്ടിലേക്ക് എത്തിയത് എങ്ങനെയാണ്? എന്തുകൊണ്ട് ഇപ്പൊ മോള് പാടാൻ പോകുന്ന പാട്ട് ചൂസ് ചെയ്തു? നമ്മളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോ പപ്പ സെലക്ട് ചെയ്തേ. ആ, ഞാൻ ഉണ്ടായില്ല. ആഹാ, മോൾ എവിടെയായിരുന്നു അപ്പോ? സ്കൂളിൽ പോയൊക്കെ. ഓ അങ്ങനെ. അപ്പം എല്ലാ പാട്ടും എപ്പോഴും പപ്പ തന്നെയാണോ സെലക്ട് ചെയ്യാറ്? മിക്ക പാട്ടും പപ്പയാണ് സെലക്ട് ചെയ്തത്. പപ്പയ്ക്ക് അറിയാം മോളുടെ കാലിബർ എന്തൊക്കെയാണ്, മോൾക്ക് ഏതൊക്കെ പാട്ട് നന്നായിട്ട് പാടാൻ പറ്റും എന്ന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് മോളുടെ അടുത്ത് പോലും ചോദിച്ചില്ല, പപ്പ അങ്ങ് ചൂസ് ചെയ്തു. അങ്ങനെ ചൂസ് ചെയ്ത പാട്ട് ഏതാണത്? ഇസ്രായേലിൻ നാഥൻ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെ. മോൾ എന്തായാലും ഒരുപാട് തവണ നിങ്ങളുടെ പള്ളിയിലും ഒക്കെ പാടിയിട്ടുള്ള ഒരു പാട്ട് തന്നെ ആവണം, അല്ലേ? അപ്പൊ എന്തായാലും നന്നായിട്ട് പാടാൻ പറ്റട്ടെ. പാട്ടിന് ശേഷം നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഓണസ്റ്റ് ആയിട്ട് എൻജോയ് ചെയ്ത സാർ എങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നേ? എം ഷുവർ ഇതിപ്പം മോള് ചെറുപ്പം മുതലേ കേൾക്കുന്ന പാട്ടാവും, അപ്പം മുതലേ പാടുന്ന പാട്ടാവും അല്ലേ? അതെ. ഇത്ര ഫേമസ് ആയിട്ടുള്ള സോങ്സിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ പാട്ട് സെലക്ട് ചെയ്തത് പാടണം എന്ന് തോന്നുമ്പോൾ എന്താ പറയാ, ഒരു പുതിയ പാട്ട് പഠിക്കുന്ന അങ്ങനത്തെ ഒരു ഫീൽ ഒന്നും അല്ലല്ലോ, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലോ അല്ലേ? അതെ. കാരണം എത്ര കൂളായിട്ട് റിലാക്സ് ചെയ്തിട്ടാ കൂടെ അവരുടെ കൂടെ പാടിയ കുട്ടികളും അതൊക്കെ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ പരിചയപ്പെട്ട കുട്ടികളല്ലേ? അതെ. ഓക്കെ, അപ്പൊ അതൊക്കെ മോള് തന്നെ അവരുടെ അടുത്ത് പോയി ചോദിച്ചോ, ഇങ്ങനെ എനിക്കൊരു കോറസ് ഇങ്ങനെ പാട്? വീട്ടിൽ വെച്ച് കോൾ ചെയ്ത് ചോദിച്ചു. ഓ ഓക്കെ, അവർ ഓക്കെ പറഞ്ഞു. ആ കണ്ടോ, ഇവിടെ വരുമ്പോ ഇവരെല്ലാരും നമ്മ കൊറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, പോളച്ചാ സേറയുടെ പാട്ട് എങ്ങനെയുണ്ടാ? സേറ വളരെ ഗംഭീരമായിട്ട് പാടി. താങ്ക് യു ഫാദർ. മുൻപത്തെ പാട്ടുകളെ പോലെ തന്നെ അതിമനോഹരമായിട്ട് പാടി. പിന്നെ ഈ പാട്ട് നല്ല ഒരു, ഈ പറഞ്ഞ പോലെ വളരെ ഹിറ്റ് സോങ് ആണല്ലോ. അതുകൊണ്ട് നല്ലൊരു മെലഡി, നല്ല ഓർക്കസ്ട്രേഷൻ, പാടുമ്പോൾ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നൊരു പാട്ടും കൂടിയാണ്. അതുപോലെ വളരെ മനോഹരമായിട്ട് പാടി. ഇങ്ങനെയുള്ള ക്രിസ്ത്യൻ പാട്ടുകളുടെ ഒറിജിൻ എന്ന് പറയുന്നത് 4ാം നൂറ്റാണ്ടിലാണെന്നാണ് പറയുന്നത്, 4th സെഞ്ചുറി. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരാളെ പറ്റി? ഇല്ല. കേട്ടിട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്ന് പറയുന്ന ആളാണ് സെയിന്റ് എഫ്രേം. 4ാം നൂറ്റാണ്ടിലെ എഡേസ എന്ന് പറഞ്ഞ സ്ഥലത്ത്, സിറിയ അടുത്തുള്ള സ്ഥലമാണ് എഡേസ. അവിടെ ഒരു താപസനായി, വലിയ ദൈവശാസ്ത്രജ്ഞനൊക്കെ ആയിരുന്നു അദ്ദേഹം. ഡോക്ടർ ഓഫ് ദ ചർച്ച് എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് അദ്ദേഹം. ഒരു ഡീക്കനായിരുന്നു, അച്ഛനായിട്ടില്ല. വലിയ മ്യൂസീഷ്യനായിരുന്നു. അദ്ദേഹമാണ് ഈ ക്രിസ്തീയ ഗീതങ്ങൾ ആദ്യമായിട്ട് ആരാധനയ്ക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറച്ച് നാൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്ത ഒരാളാണ് സെയിൻറ്റ് അംബ്രോസ്, മിലാനിലെ ബിഷപ്പായിരുന്ന. അദ്ദേഹമാണ് ഫാദർ ഓഫ് വെസ്റ്റേൺ ലിറ്റർജിക്കൽ മ്യൂസിക് എന്നൊക്കെ പറയുന്നത്. അദ്ദേഹം ഇവിടുന്ന് കുറേ രാഗങ്ങൾ, അതിൻ്റെ മോഡ്സ് എന്ന് പറഞ്ഞിരുന്നത് ഗ്രീക്ക് ട്രൈബ്സിൻ്റെ, ദോറിയൻ, ഫ്രീജിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി അദ്ദേഹം അതിനൊന്ന് ടച്ച് ചെയ്തിട്ട് പുതിയ കുറേ രാഗങ്ങൾ ക്രിയേറ്റ് ചെയ്തു. 4ാം നൂറ്റാണ്ടിന് മുമ്പ് കുറേ കൂടി ഒരു എന്താ പറയുക, നമ്മുടെ ചാൻഡ് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? ചാൻഡ്, ശ്ലോകം പോലെയുള്ള അങ്ങനത്തെ സംഗീതമായിരുന്നു. അപ്പം അതിക്ക് മുമ്പ് വരെ നമുക്കൊരു കുറേ കൂടി ഡൊമസ്റ്റിക് ചർച്ച് എന്ന് പറയും, ഗാർഹിക സഭ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വീടുകളിലായിരുന്നു അപ്പം മുറിക്കലും ആരാധനയൊക്കെ നടന്നിരുന്നത്. അതാണ് 4ാം നൂറ്റാണ്ടോട് കൂടിയാണ് ഒരു നമ്മുടെ ആരാധനാക്രമം അല്ലെങ്കിൽ പള്ളി അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ കുറേ കൂടിയും ഓർഗനൈസ്ഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം, നല്ലതാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനും നമ്മുടെ പ്രേക്ഷകർക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഇതൊരു പുതിയ അറിവായിരിക്കും. ഏതായാലും ഇന്ന് സഭാ സംഗീതം അതിൽ നിന്നൊക്കെ വളർന്ന് വളരെ ആധുനികമായിട്ട് എത്തി നിൽക്കുകയാണ്. പക്ഷേ ലിറ്റർജിക്കൽ മ്യൂസിക്കിന് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ അതിൻ്റെ സ്പിരിറ്റ് മാറില്ല, സെയിമാണ്. അത് സിനിമാ സംഗീതത്തിൽ വളരെ വിഭിന്നമാണ്. ശരിക്കും മനുഷ്യനെ ആരാധനയ്ക്ക്, ദൈവ അനുഭവത്തിലേക്ക് നയിക്കുന്നതാണല്ലോ നമ്മുടെ എന്താ പറയുക, ഭക്തിഗാനം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ആരാധനാ സംഗീതം എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും മോള് ഈ രംഗത്ത് വളരെ മനോഹരമായിട്ടൊരു കാൽവെപ്പ് നടത്തിയിരിക്കുകയാണ്. ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈ രംഗത്ത് സാധിക്കട്ടെ, നല്ല ഗായികയായിട്ട് വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫാദർ. താങ്ക് യു. മനോജ് ചേട്ടാ. സേറ, എന്തോ? സേറ വളരെ എന്താ പറയാ, ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പാട്ട് പാടി. താങ്ക് യു സർ. വളരെ എനിക്ക് തോന്നുന്നു പ്ലസന്റ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിട്ട് തോന്നുന്നു. ചിരിച്ച് വളരെ എൻജോയ് ചെയ്തിട്ട് യു ആർ എൻജോയിങ്, റൈറ്റ് അല്ലേ? അപ്പൊ ആ ഒരു ഫീല് നമുക്ക് കിട്ടി. പിന്നെ ഈ പാട്ട് സെലക്ട് ചെയ്തതിന് പപ്പയല്ലേ സെലക്ട് ചെയ്തേ? അതെ. പപ്പയ്ക്ക് അഭിനന്ദനങ്ങൾ. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഞാനൊക്കെ ചില കോൺസേർട്സിലൊക്കെ വായിക്കുമ്പോൾ, പള്ളികളിലൊക്കെ വായിക്കുമ്പോൾ ആദ്യം വായിക്കുന്നൊരു പാട്ടാണത്. അപ്പം അത് ഒത്തിരി സന്തോഷം, അത് വീണ്ടും കേൾക്കാനൊക്കെ സാധിച്ചല്ലേ. പിന്നെ അതിൻ്റെ ഗിറ്റാർ സോളോ, അതുപോലെ പ്രിൻസ് അണ്ണൻ അടിപൊളിയായിട്ട് അത് നല്ല വയലൻസിൻ്റെ കുറച്ച് റൺസൊക്കെ ഉള്ളൊരു ഏരിയ അതൊക്കെ വളരെ മനോഹരമായിട്ട് വായിച്ചു. എല്ലാവരും എന്താ പറയുക, ബിഗ് ഹാൻഡ് ടു ദ ഹോൾ ഓർക്കസ്ട്ര. താങ്ക് യു.
അപ്പം ആ ഒരു സപ്പോർട്ടോടു കൂടി തന്നെ മോളും അത് പാടിയപ്പോൾ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്തു. മനസ്സിലായ പാട്ടൊക്കെ ഒന്ന് വന്ന ഭയങ്കര സ്ട്രോങ് വോയിസ് ഉണ്ടായിരുന്നു, നല്ലൊരു എനർജറ്റിക് പ്രസൻറ്റേഷൻ ആയിരുന്നു. പിന്നെ ആ കോറസ് ഒക്കെ വന്നപ്പോൾ ആ കുട്ടികളൊക്കെ വളരെ മനോഹരമായിട്ട് പാടി. അപ്പം അതൊക്കെ വന്നപ്പോൾ ഒരു ആഡഡ് എലമെൻസ് ആണ് അതൊക്കെ, മൊത്തം പെർഫോമൻസിനെ ഒന്നുകൂടെ ലിഫ്റ്റ് ചെയ്യും അതൊക്കെ. അപ്പം അങ്ങനെ എന്താ പറയുക, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ചില പോർഷൻസ് മാത്രമാണ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏരിയാസ് പറയുന്നത്. നോക്കുകയാണെങ്കിൽ ചില പ്ലാൻസ് അല്ലെങ്കിൽ ചില ഏരിയാസിൽ ശ്രുതി ഒന്ന് ശ്രദ്ധിക്കണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യാറില്ലേ പ്രാക്ടീസ് ഒക്കെ? ഓക്കെ ഓക്കെ ഓക്കെ, അതിൻ്റെ ഇമ്പ്രൂവ്മെന്റ് ഡെഫിനറ്റ്ലി ഉണ്ട് കേട്ടോ. കഴിഞ്ഞ തവണയെക്കാളും വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു എന്താ പറയുക ഇമ്പ്രൂവ്മെന്റ് വളരെ കാര്യമായിട്ട് പ്രകടമാകുന്നുണ്ട് മോളുടെ പാട്ടിൽ. പിന്നെ എനിക്ക് ആ ഒരു ജീവനായ എന്നുള്ളൊരു പോർഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഇംപ്രൂവൈസ് ചെയ്തൊരു ഗമകം അതൊന്ന് പാടാവോ? ഒന്നുകൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ രസമായിരുന്നു അത്. മനുജനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു, തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി വഴിയും സത്യവുമായവൻ. ഓക്കെ 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 ഓക്കെ, അത് കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ഒരു പ്ലാൻസ് ഉണ്ടല്ലോ, അത് പെർഫെക്റ്റ് ആയിട്ട് പാടിമോള്, ഭയങ്കര രസമായിട്ട് തോന്നിയത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എന്തായാലും നന്നായി പാടി, നന്നായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഫ്രം ലാസ്റ്റ് ടൈം. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. താങ്ക് യു. സിസ്ലി. ഹായ് സേറ. ഹലോ. സേറ നന്നായിട്ട് പാടി കേട്ടോ. Thank you, ma'am. നല്ല ഔട്ട്ഫിറ്റ്, സേറയ്ക്ക് ഇണങ്ങുന്ന ഒരു ഔട്ട്ഫിറ്റും നല്ല രസമുണ്ടായിരുന്നു. സ്റ്റേജിൽ നിൽക്കുന്ന കാണാനും പെർഫോം ചെയ്യുന്ന കാണാനും. മനോജേട്ടനും അച്ഛനും ഒക്കെ പറഞ്ഞ പോലെ പ്രസൻറ്റേഷൻ നല്ലതായിരുന്നു. സ്മൈൽ ചെയ്ത്, ഈ പാട്ടിന് ആവശ്യം അതാണ്. അപ്പോൾ ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തൊരു പാട്ടാണിത്. എവിടെ പോയാലും ആ സമയത്ത് മോളൊക്കെ കാസറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടോ? കാസറ്റ് കണ്ടിട്ടുണ്ടോ? കാസറ്റ് കണ്ടിട്ടില്ല. ഓ മൈ ഗോഡ്, നമ്മൾക്കൊക്കെ പ്രായമായെന്ന് ഇപ്പം മനസ്സിലാവുന്നു. എന്തായാലും കാസറ്റ്സ് ഉണ്ടായിരുന്ന സമയത്തെ ഒരു ഹിറ്റ് വിജയമായിരുന്നു. എല്ലാവരുടെയും വീട്ടിൽ അല്ലെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ ഇതിൻ്റെ ഒരു കാസറ്റ് കാണും. അത് രാവിലെ വീടുകളിൽ പ്ലേ ചെയ്യും. നമ്മുടെയൊക്കെ സ്ഥിരമായിട്ട് എവിടെ പോയാലും, നമ്മൾ ഇപ്പം നടന്ന് റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പ്ലേ ചെയ്യുന്ന കേൾക്കാം ഈ പാട്ട്. അത്രയ്ക്കും ഹിറ്റായൊരു പാട്ടായിരുന്നു. അപ്പോൾ മാർക്കോസ് ഏട്ടൻ്റെ ഒരു ഹിറ്റായിട്ടുള്ളൊരു പാട്ടായിരുന്നു. അപ്പോൾ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്ത ഇങ്ങനെ ഒരു പാട്ട് കുറേ നാൾക്ക് ശേഷം, അതായത് എത്ര വർഷം ജനറേഷൻസ് കഴിഞ്ഞാലും ഈ പാട്ടൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അല്ലേ ഈ പാട്ടൊക്കെ കേട്ടപ്പോൾ. എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ എന്താണെന്നറിയോ ഒരു ഫീലിംഗ് കിട്ടുന്നത്. അന്നൊക്കെ നമ്മൾ എവിടെ പോയാലും, ഇപ്പോഴാണെങ്കിലും സ്റ്റേജിൽ അല്ലേ മനോജേട്ടാ, കോൺസേർട്സിന് പോകുമ്പം ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു പാട്ടാണിത്. ഇത് കേൾക്കുമ്പോൾ ഒരു വികാരമാണ്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ദൈവത്തെ അറിയത്തില്ലാത്ത ആൾക്കാർ, ഈശോയെ അറിയത്തില്ലാത്ത ആൾക്കാർക്ക് പോലും പരിചയപ്പെടുത്താൻ പറ്റുന്ന ഒരു സോങ് ആണിത്. ഇതാണ് ഞങ്ങളുടെ ദൈവം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സോങ് കൂടിയാണ്. അപ്പം അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നിങ്ങൾ ആ കോറസും കൂടെ വന്നപ്പം ഭയങ്കര ഒരു ഇഫക്റ്റ് ആയിരുന്നു കേട്ടോ. നല്ലതാണ് നിങ്ങൾ പ്ലാൻ ചെയ്ത് നേരത്തെ പ്രാക്ടീസ് ചെയ്ത് കോറസൊക്കെ പ്രാക്ടീസ് ചെയ്ത് വരുന്നത് നല്ല. അപ്പം നമുക്ക് ആ പാട്ടിൻ്റെ ആ ഫുൾ ഒരു ഇതിൽ കിട്ടും ആ പാട്ട്. സോ ദാറ്റ് ഈസ് റിയലി നൈസ്. എനിക്ക് തോന്നിയ മോൾക്ക് ആദ്യം പല്ലവി മോള് ടെലിവിഷനിൽ വരുമ്പോൾ ഒന്ന് കേട്ട് നോക്കണം. മോൾക്ക് തന്നെ മനസ്സിലാവും. ഒരു ഇച്ചിരി ഫ്ലാറ്റ് ആയിട്ടാണ് തുടങ്ങിയ ലൈൻസ്. പല്ലവി എല്ലാം ഇച്ചിരി ഫ്ലാറ്റ് ആയിരുന്നു. അനുപല്ലവി തൊട്ട് മോളി പാട്ടിലോട്ട് കയറി, പിന്നെ അങ്ങോട്ടേക്ക് ഒരു പോക്കായിരുന്നു. സോ ഇറ്റ് വാസ് റിയലി നൈസ്. താങ്ക് യു ഫോർ ദിസ് സെലക്ഷൻ ഓഫ് സോങ് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു. യെസ് സേറക്കുട്ടി, എന്തോ ഓഹോ ഇപ്പൊ സന്തോഷായി. ഇനി മാർക്കും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ സേറയുടെ മൂന്നാമത്തെ പാട്ടിന്റെ ഫസ്റ്റ് റൗണ്ട് ഇതോടെ കംപ്ലീറ്റ് ചെയ്യാണ്. അതെ. ഇതിനും കൂടെ നല്ല മാർക്ക് വാങ്ങിയിട്ട് വേണം നമുക്ക് അടുത്ത റൗണ്ടിനേക്കുള്ള റിഹേഴ്സൽ പ്രാക്ടീസ് ഒക്കെ തുടങ്ങാനായിട്ടല്ലേ? അതെ. ശരി, ചോദിക്കാം. സിസ്ലി, എത്ര മാർക്കാണ്? സേരയ്ക്ക് 8.5. താങ്ക് യു മാം. മനോജേട്ടാ? സേറയ്ക്ക് 8.5. താങ്ക് യു സർ. Again 8.5. അച്ഛാ? 8.5 സേറ. താങ്ക് യു ഫാദർ. അപ്പം സേറ രണ്ടാമത്തെ പാട്ടിന് ലഭിച്ച മാർക്ക് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുകയാണ് തേർഡ് സോങ് വന്നപ്പോഴും. ദാറ്റ് ഈസ് 25.5 മാർക്സ് ഓൺ 30. അപ്പോൾ ഫസ്റ്റ് പാട്ടിൽ നിന്നും
ഒബ്വിയസ്ലി സെക്കൻഡിലേക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണ്, പറ്റില്ല. ഇനി വരുമ്പോ ഇനിയിപ്പോ എന്തായാലും ഹോപ്പ്ഫുള്ളി നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് സേറ ഉണ്ടാവും. പക്ഷെ അതിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു രീതിയിലല്ല, ഓരോ തവണയും സേറയുടെ തന്നെ മാർക്കിനെക്കാട്ടിലും ഹയർ മാർക്ക് വാങ്ങാനായിട്ട് നോക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. ശരി, ഓക്കെ, ബൈ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. കാത്തിരുന്ന് തന്നെ കാണണം വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ അടുത്ത എപ്പിസോഡ്. ഓക്കെ, ബൈ. നിരന്തരമിൻ കഴിവിൽ അഹങ്കരിച്ചാശ്രയിച്ചു പലരുടെ സന്മനസാൽ ഉയർന്നതു ഞാൻ മറന്നു. ഇത്രയ്ക്ക് സ്നേഹിക്കാൻ എനിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? എന്ത് കണ്ടിട്ടാണ് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? അതല്ലേ ചോദിച്ചേ? ഞാൻ ഉത്തരം പറയട്ടെ. തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ല് പോലെ, വസന്തത്തിൻ പനിനീർപ്പൂ പോലെ, നീർച്ചാറിനരികിൽ ലില്ലി പോലെ. അവൻ വളരെ മനോഹരമായിട്ട് പാടി, നല്ല കഴിവുണ്ട്, നല്ല ടാലൻ്റ് ഉണ്ട്. അതിനോടുള്ളൊരു നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് പാടിയിട്ടുള്ളത്. ഓക്കെ, ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഒരു ഫാസ്റ്റ് റൗണ്ടിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് മോള് കാണിച്ചു തന്നു. അത്രയ്ക്ക് മനോഹരമായിരുന്നു. നല്ല സെലക്ഷൻ ഓഫ് സോങ്, നല്ല കോൺഫിഡൻസ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നും അല്ല ഇപ്പം.